بسم الله الرحمن الرحيم. قال الإمام السعدي رحمه الله: الحديث الثامن، أتامت حديث. عن أبي هريرة رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: يأتي الشيطان أحدكم فيقول من خلق كذا من خلق كذا حتى يقول من خلق الله، فإذا بلغه فليستعذ بالله ولينتهي. وفي لفظ فليقل آمنت بالله ورسله، متفق عليه. وفي لفظ لا يزال الناس يتساءلون حتى يقولوا من خلق الله. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: യഅതി ശൈത്താൻ അഹദക്കും, നിങ്ങൾ ഒരുവന്റെ അടുത്തേക്ക് ശൈത്താൻ വരും. ഫയഖൂൽ, എന്നിട്ട് പറയും, മൻ ഖലഖ കദാ, ഇന്നതിനെ ആരാണ് സൃഷ്ടിച്ചത്? മൻ ഖലഖ കദാ, ഇന്ന വസ്തുവെ ആരാണ് സൃഷ്ടിച്ചത്? ഇതുവരേക്കും ഹത്താ യഖൂൽ മൻ ഖലഖ അല്ലാഹ്, അല്ലാഹുവിനെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുന്നത് വരേക്കും. അങ്ങനെ ശൈത്താൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. മൻ ഖലഖ അല്ലാഹ്, അല്ലാഹുവിനെ ആര് സൃഷ്ടിച്ചു എന്ന ചോദ്യം വരെ ചോദിച്ചുകൊണ്ടിരിക്കും. ഫൈദാ ബലഗഹു, ആ ചോദ്യം വരെ എത്തിക്കഴിഞ്ഞാൽ ഫൽയസ്തഈദ് ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ അഭയം തേടുക. വൽയൻതഹി, അത് അവസാനിപ്പിക്കുക. അതായത് മനസ്സിലുണ്ടാകുന്ന വസ്വാസ്, ആ വസ്വാസിനെ നിങ്ങൾ അവസാനിപ്പിക്കുക. മറ്റൊരു ലഫ്സിൽ വന്നിട്ടുള്ളത് ഫൽയഖുൽ ആമൻതു ബില്ലാഹി വറസൂലിഹി. ഇപ്പൊ മൻ ഖലഖല്ലാഹ് എന്ന് ശൈത്താൻ നമുക്ക് വസ്വാസ് ഇട്ട് തന്നാൽ നീ പറയുക ആമൻതു ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവന്റെ റസൂലുമാരിലും ഞാൻ വിശ്വസിച്ചു. വഫീ ലഫ്സിൻ, മറ്റൊരു ലഫ്സ് ലാ യസാലു നാസു യതസാഅലൂൻ, ജനങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും പരസ്പരം. ഹത്താ യഖൂലു മൻ ഖലഖല്ലാഹ്, അല്ലാഹുവിനെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദ്യം വരെ. വഹാദൽ ഹദീസ് ഹദീസുൻ അദീം വഹുവ യുഅ്തബറു മിൻ ജവാമിൽ അഖ്ബാർ ഹൈസു ദക്കറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാജൻ അദീമൻ ലിമാ യുൽഖീഹി ശൈത്താൻ മിനൽ വസ്വസ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ ശൈത്താൻ ഇട്ടു തരുന്ന വസ്വാസ്, അതിനുള്ള ഒരു ഇലാജ്, ചികിത്സയെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ പ്രകാരം വന്ന് കാണാൻ ജാഅഹു നാസുൻ മിൻ അസ്ഹാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാര്, അവരിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു: ഫഖാലു യാ റസൂലല്ലാഹ് നജിദു ഫീ അൻഫുസിനാ ശൈ നുഅദ്ദിമു അൻ നതകല്ലമ ബിഹി അവിൽ കലാമ ബിഹി, ഞങ്ങളുടെ മനസ്സിൽ ചില കാര്യങ്ങൾ, ചില ഭാരിച്ച അല്ലെങ്കിൽ ഗുരുതരമായ ചില കാര്യങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അത് സംസാരിക്കാൻ ഞങ്ങൾ ഭയപ്പെടുന്നു. മാ നുഹിബ്ബു അന്ന ലനാ വ അൻ നതകല്ലംന ബിഹി, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിൽ അനുഭവപ്പെടുന്ന വളരെ ഭാരിച്ച, അതുപോലെ തന്നെ ഗുരുതരമായി ഞങ്ങൾക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. അത് സംസാരിക്കാൻ ഞങ്ങൾക്ക് പേടിയാണ്. ഖാല അവ ഖദ് വജദ്തുമു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ തോന്നുന്നുണ്ടോ? അതായത് ആ തോന്നുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ നിങ്ങൾക്ക് പ്രയാസം അനുഭവപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ഭയം തോന്നുന്നുണ്ടോ, അത് ഗുരുതരമായ കാര്യമായിക്കൊണ്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഖാലുന, അവർ പറഞ്ഞു അതെ. ഖാല ദാക സ്വരീഹുൽ ഈമാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് ഈമാനിന്റെ വ്യക്തമായ അടയാളമാണ്. അതായത് ശൈത്താൻ ഇത്തരത്തിലുള്ള വസ്വാസുകൾ ഇട്ടു തരും.
ഹത്താ യഖൂൽ മൻ ഖലഖല്ലാഹ്, അല്ലാഹു തആല ആരാണ് സൃഷ്ടിച്ചത് എന്ന് എത്തുന്നത് വരേക്കും. വഖദ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹില്ലദീ റദ്ദ കൈദഹു ഇലൽ വസ്വസ. അപ്പൊ ആ ഒരു വസ്വാസ്, അത് പുറത്ത് സംസാരിക്കാതെ ആ ശൈത്താനിന്റെ വസ്വാസിനെ, ആ തന്ത്രത്തെ റദ്ദ് ചെയ്ത അല്ലാഹു തആലക്കാണ് സർവസ്തുതി. ഫദക്കർ അലൈഹി സ്വലാത്തു വസ്സലാം വഅർഷദ في هذا الحديث العظيم إلى دفع ما يلقيه الشيطان. ذكر أمورا ينبغي على كل مسلم ينتبه لهذه الأمور. പത്രത്തിലുള്ള വസ്വാസ് വന്നു കഴിഞ്ഞാൽ, ശൈത്താനിന്റെ വസ്വസ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കാര്യങ്ങളെ തൊട്ട് ശ്രദ്ധയുള്ള ആളായിരിക്കുന്നത് അനിവാര്യമാണ്. അൽ-അംറുൽ അവ്വൽ, ഒന്നാമത്തത് എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുന്നത്? ഒന്ന് അൽ ഇൻതിഹ, ആ ചിന്ത ഉപേക്ഷിച്ചുകൊണ്ട്. അൻ യൻതഹിയ മുബാശറതൻ, അത്തരത്തിലൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ, അതായത് മൻ ഖലഖല്ലാഹ്, ആരാണ് അല്ലാഹു തആല സൃഷ്ടിച്ചത് എന്ന ചിന്ത, ആ ഒരു വസ്വാസ് അത് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവസാനിപ്പിക്കും. അൻ യൻതഹിയ മുബാശറ വലാ യസ്തർസിൽ മഅ വസാവിസി ശൈത്താൻ വമാ യുൽഖീഹ്. അപ്പൊ ശൈത്താൻ ഇട്ട് തരുന്ന ആ വസ്വാസിനെ എന്താക്കരുത്? അയച്ചു വിട്ട് ലൂസാക്കി വിടരുത്, അയച്ചു വിടരുത്. ഫഇന്ന ലഹു ഇദാ ഇസ്തർസല മഅ ശൈത്താൻ ഫഇന്നൽ അംറ യഊലു ബിഹി ഇലാ അംരിൻ ഖതീർ. അപ്പൊ ശൈത്താൻ ഇട്ട് തരുന്ന തരത്തിലുള്ള വസ്വാസുകളെ അങ്ങനെ അയച്ചു വിട്ടു കഴിഞ്ഞാൽ അത് അവസാനം ഗുരുതരമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും, അതായത് കുഫറിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. വലിഹാദ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം ഫല്യൻതഹി. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത്തരം ചിന്ത വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് അവസാനിപ്പിക്കും. യഖ്ത മുബാശറതൻ ലാ യസ്തർസിൽ വലാ യംശി മഅ ദാലികൽ വസ്വാസ് മഅ തിൽകൽ വസാവിസ്. ഇത്തരമുള്ള വസ്വാസുകൾ കൊണ്ട് നടക്കരുത്, നേരെ മറിച്ച് അത് അവസാനിപ്പിക്കും, ഉടനെ തന്നെ അവസാനിപ്പിക്കും. വഇന്നമാ യൻതഹി വയത്രുക് മുബാശറ والانتهاء أمر مهم سواء كان ما يلقيه الشيطان من الوساوس أو كان ذلك من شياطين الإنس وما يلقونه من الشبهات. അത് ശൈത്താൻ ഇട്ട് തരുന്ന വസ്വാസിൽപ്പെട്ടതാകട്ടെ, അല്ലെങ്കിൽ മനുഷ്യരിൽപ്പെട്ട ശൈത്താനുകൾ ഇട്ട് തരുന്ന ശുബഹത്തുകളാകട്ടെ, അത്തരത്തിലുള്ള ശുബഹത്തുകളും വസ്വാസുകളും വന്നു കഴിഞ്ഞാൽ അത് ഉടനെ അവസാനിപ്പിക്കും. ഫവാജിബുൻ അലൽ അബ്ദ് أن ينتهي مباشرة ولا يسترسل معهم في الأخذ والرد وإنما يكف حفاظا على دينه. തന്റെ ദീനിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അതിനെ തടയുന്ന, ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള വസ്വാസുകളെ തടയുക. അതാണ് ഒന്നാമത്തെ അൽ ഇൻതിഹ. അൽ അംറു സാനി, രണ്ടാമത്തത് ഫൽയസ്തഇദ് ബില്ലാഹ് ഫഇദാ ബലഗഹു ഫൽയസ്തഇദ് ബില്ലാഹി വൽയൻതഹി. രണ്ടാമത്തതാണ് അൽ ഇസ്തിആദ, അല്ലാഹു തആലയോട് അഭയം തേടുക. യസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വമിൻ ശർരിഹി വകൈദിഹി. അവന്റെ ഷർറിൽ നിന്നും അവന്റെ കുതന്ത്രങ്ങളിൽ നിന്നും, ആട്ടിയോടിക്കപ്പെട്ട ശൈത്താനിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന്, ഷർറിൽ നിന്ന് അല്ലാഹുവിനോട് അഭയം തേടുക. ഫഹുവൽ ആസിം വഹുവൽ മുഈൻ റബ്ബുനാ സുബ്ഹാനഹു വതആല. അല്ലാഹു തആലയാണ് സംരക്ഷിക്കുന്നവനും സഹായിക്കുന്നവനും. ഫൈദാ റആ മിൻ ഹാദൽ കലാം യതഅവദ് ബില്ലാഹ്. പത്രത്തിലുള്ള ഒരു സംസാരം അല്ലെങ്കിൽ ചിന്ത, ഒരു വസ്വാസ്, ആരാണ് അല്ലാഹുവിനെ സൃഷ്ടിച്ചെന്ന ചിന്ത അല്ലെങ്കിൽ വസ്വാസ് വന്നാൽ അല്ലാഹു തആലയോട് അഭയം തേടുക. കമാ ഖാല റബ്ബുനാ സുബ്ഹാനഹു വതആല വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ. വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ഷയാത്തീൻ. ശൈത്താനിന്റെ ദുർബോധനങ്ങൾ, അതിൽ നിന്ന് എന്റെ റബ്ബേ ഞാൻ നിന്നോട് അഭയം തേടുന്നു, രക്ഷ തേടുന്നു. വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ഷയാത്തീൻ. വഖാല അല്ലാഹു അസ്സ വജൽ വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്താൻ വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്താനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ് ഇന്നഹു സമീഉൻ അലീം.
നസ്ഗ് അതായത് ദുഷ്പ്രേരണ, ദുഷിച്ച ചിന്തകൾ. മിനശ് ശൈത്താൻ വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്താനി നസ്ഗുൻ, ശൈത്താനിൽ നിന്നുള്ള വല്ല ദുഷ്പ്രേരണയും നിന്നെ ബാധിക്കുകയാണെങ്കിൽ ഫസ്തഇദ് ബില്ലാഹ്, നീ അല്ലാഹുവിനോട് അഭയം തേടുക. ഫയസ്തഇദ് ബില്ലാഹി ജല്ല വഅല ഫഇന്നൽ അബ്ദ ഇദാ ഇസ്തആദ ബില്ലാഹി അആദഹു വഅസമഹു വനജാഹു മിനശ് ശർരി വകൈദി ഹാദൽ അദു. അല്ലാഹു തആലയോട് ഒരുവൻ അഭയം തേടിക്കഴിഞ്ഞാൽ അല്ലാഹു തആല അവൻ അഭയം നൽകും, അവനെ സംരക്ഷിക്കും. ശൈത്താനിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് അവന് അല്ലാഹു തആല വിജയം നൽകും. രണ്ടാമത്തത് അൽ-ഇസ്തിആദത്തു ബിൽ അല്ലാഹു തആലയിൽ അഭയം തേടുക. അൽ-അംറു സാലിസ്, മൂന്നാമത്തത് ഫൽയഖുൽ ആമൻതു ബില്ലാഹി വറുസുലിഹി, നീ പറയുക അല്ലാഹുവിലും അവന്റെ റസൂലുമാരിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഫൽയഖുൽ ആമൻതു ബില്ലാഹി വറുസുലിഹി. യുജദ്ദിദ് ഈമാനഹു വതൗഹീദഹു, അവന്റെ ഈമാനും അവന്റെ തൗഹീദും പുതുക്കുക. ആമൻതു ബില്ലാഹി വറസൂലിഹി. വഹാദാ അംറുൻ മുഹിം വഫീ ഹാദാ ദലീലുൻ അലാ വുജൂബി തഖ്വിയത്തിൽ ഈമാൻ, ഈമാനിനെ ഖുവത്തുള്ളതാക്കൽ വാജിബാണ് എന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. ഫൽയഖുൽ ആമൻതു ബില്ലാഹി വറസൂലിഹി വതഖ്വിയത്തുൽ അഖീദ, അഖീദയെ ശക്തിയുള്ളതാക്കുക, ഖുവത്തുള്ളതാക്കുക, അതിനും ഈ ഹദീസിൽ തെളിവുണ്ട്. ഫഇന്ന ശൈത്താന വജുനൂദ ശൈത്താൻ ലാ യതലബ്ബസൂന വലാ യബുസ്സൂന ശുബഹ ഇല്ലാ മൻ കാന ദഈഫുൽ ഈമാൻ. ശൈത്താനും അവന്റെ സൈന്യവും അവന്റെ ശുബഹത്തുകൾ, അതേപോലെ തന്നെ ശുബഹത്തുകൾ പരത്തുകയില്ല ആരിലല്ലാതെ, ഈമാൻ ദുർബലമായിട്ടുള്ള ഒരുവനിലല്ലാതെ, ഈമാൻ ദഈഫായ ഒരുവനിലല്ലാതെ ശൈത്താനും അവന്റെ സൈന്യവും ശുബഹത്തുകൾ ഇട്ടു കൊടുക്കുകയില്ല. വലിഹാദാ കാന വാജിബൻ അലൽ അബ്ദ് അൻ യുഖവ്വിയ ഈമാനഹു ഹത്താ ലാ യതസല്ലത അലൈഹി ശൈത്താൻ. അതുകൊണ്ട് തന്നെ മുഅ്മിനായ ഒരു അടിമയുടെ മേലെ വാജിബാണ് അവന്റെ ഈമാൻ ഖുവത്തുള്ളതാക്കുക എന്നുള്ളത്. ശൈത്താൻ അവനെ കീഴ്പ്പെടുത്താതിരിക്കാൻ അവന്റെ ഈമാൻ ഖുവത്തുള്ളതാക്കുക എന്നുള്ളത് ഓരോ മുഅ്മിനിന്റെ മേലും വാജിബാണ്. വയഖൂലു ആമൻതു ബില്ലാഹി വറസൂലിഹി, എന്ന് പറയുക അല്ലാഹുവിലും അവന്റെ റസൂലുമാരിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അതിനർത്ഥം എന്താണ്? വമഅനാ ദാലിക അന്നല്ലാഹ അസ്സ വജൽ അഅദം മിൻ അൻ യുസ്സല മൻ ഖലഖല്ലാഹ്. അന്നല്ലാഹ അസ്സ വജൽ അഅദമു മിൻ അൻ യുസ്സല മൻ ഖലഖല്ലാഹ്. അല്ലാഹുവിനെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുന്നത്, ആ ചോദ്യത്തെക്കാളും ഒക്കെ എത്രയോ ഉന്നതനാണ് അല്ലാഹു തആല. അല്ലാഹു അസ്സ വജൽ അഅദം മിൻ ഹാദ സുആൽ, ഈ ചോദ്യത്തിനേക്കാളും എത്രയോ ഉന്നതനാണ് അല്ലാഹു തആല. فالله جل وعلا يقول قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. ويقول جل وعلا ليس كمثله شيء وهو السميع البصير. ويقول رب السماوات والأرض وما بينهما فاعبده واصطبر لعبادته هل تعلم له سميا. റബ്ബുസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ റബ്ബാണ്. വമാ ബൈനഹുമ, ഈ ആകാശങ്ങൾക്കും ഭൂമിക്കും ഇടയിലുള്ളതിന്റെ എല്ലാം റബ്ബാണ് അല്ലാഹു തആല. ഫഅബ്ദുഹു, അതുകൊണ്ട് നിങ്ങൾ അവനെ ഇബാദത്ത് ചെയ്യുക. വസ്തബിർ ലിഇബാദതി, അവനോടുള്ള ഇബാദത്ത് നിങ്ങൾ ക്ഷമയോടുകൂടി നിലകൊള്ളുക. ഹൽ തഅലമു ലഹു സമീയ, അവന് പേരൊത്ത മറ്റാരെങ്കിലും നിനക്കറിയുമോ? ഫല്ലാഹു ജല്ല വഅല ലൈസ ലഹു മസീൽ വലൈസ ലഹു ശബീഹുൻ മിൻ ഖൽഖിഹി. അല്ലാഹു തആല സൃഷ്ടികളിൽ ഒരാളും തന്നെ അല്ലാഹുവിനോട് സാദൃശ്യപ്പെടുന്ന ആയിട്ടില്ല, സമമായിട്ടില്ല. വഇന്നമാ ഹാദാ കുല്ലുഹു മിൻ വസാവിസി ശൈത്താൻ മിൻ വസാവിസി ശൈത്താൻ. വഖദ് ഖാല റബ്ബുനാ സുബ്ഹാനഹു വതആല വഅന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ. എല്ലാം അവസാനിക്കുന്നത് നിന്റെ റബ്ബിലെങ്കിലേക്കാണ്.
ഇതെല്ലാം ശൈത്താനിൽ നിന്നുള്ള വസ്വാസുകളാണ്. അത്തരത്തിലുള്ള വസ്വാസുകൾ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അതിനുള്ള ചികിത്സയായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ പഠിപ്പിച്ചു. ഒന്ന്, ആ ചിന്ത അവസാനിപ്പിക്കുക. രണ്ടാമത്, അല്ലാഹു തആലയ്ക്ക് അഭയം തേടുക. മൂന്നാമത്, ആമൻതു ബില്ലാഹി വറസൂലിഹി എന്ന് പറയും. ഫൈദാ വസൽ അംറു ഇലാ ഹാദൽ ഹദ് ഫൽവാജിബു അലൽ അബ്ദി അൻ യൻതഹി വലാ യസ്തർസിൽ മിൻ മഅ ശൈത്താൻ വൽ വസാവിസ് വഅംറൽ വസ്വസ അംറുഹു ഖതീർ. ഇപ്പൊ വസ്വാസ്, ശൈത്താന്റെ വസ്വാസ് എന്ന് പറയുന്ന കാര്യം അത് ഗുരുതരമായിട്ടുള്ളതാണ്, നിസാരമല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ എത്രയും പെട്ടെന്ന് ചികിത്സിക്കുക, അവസാനിപ്പിക്കുക. ഏറ്റവും വലിയ ചികിത്സ എന്ന് പറയുന്നത് ആ ചിന്ത അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. നേരെ മറിച്ച് അതിനെ അയച്ചു വിട്ടു കഴിഞ്ഞാൽ അവസാനം അത് അതിനേക്കാളും ഗുരുതരമായ കാര്യത്തിലേക്ക് എത്തും. മാ യുസമ്മ ഇൻദൽ ഉലമാ ബിൽ വസ്വാസ് അൽ ഖഹ്രി, വസ്വാസുൻ ഖഹ്രി, അതാണ് ഉലമാക്കൾ അത്തരത്തിലുള്ള വസ്വാസിനെ വിളിക്കുന്നത്. വസ്വാസുൻ ഖഹ്രി, അൽ വസ്വാസ് അൽ ഖഹ്രി. അൽ വസ്വാസുൽ ഖഹ്രി റബ്ബമാ യകൂനു ഖാതിലൻ ലിൽ അബ്ദ് യഖ്തുൽ നഫ്സഹു ബഅദ ദാലിക് ഇദാ ഇസ്തർസല മഅ ഹാദൽ വസ്വാസ്. അത്തരത്തിലുള്ള വസ്വാസുൻ ഖഹ്രി, അതിനെ അയച്ചു വിട്ടു കഴിഞ്ഞാൽ അവസാനം അത് അവനെ കൊലപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തും. തന്റെ നഫ്സിനെ അത് കൊന്നുകളയും. ഫകാന മിൻ അഅദമിൽ ഇലാജ് ഫീ ദാലിക അൽ ഇന്തിഹാ. അത്തരം വസ്വാസുകൾ അവസാനിപ്പിക്കലാണ് ഏറ്റവും വലിയ ഇലാജ്, ചികിത്സ. വയബ്നി ഉമൂറഹു അലൽ യഖീൻ ലാ യബ്നി ഉമൂറഹു അലൽ ശുകൂക് വഅലൽ വസ്വസ. എന്നിട്ട് ആ വസ്വാസ് അവസാനിപ്പിച്ചുകൊണ്ട് യഖീനിന്റെ മുകളിലാണ് അവൻ കാര്യങ്ങൾ പടുക്കേണ്ടത്. അവന്റെ വിശ്വാസം, അവന്റെ അഖീദ. നേരെ മറിച്ച് സംശയങ്ങളുടെയും വസ്വസിന്റെയും ശുഭത്തിന്റെയും മുകളിലല്ല, അവന്റെ അഖീദ അവൻ പടുക്കേണ്ടത്. വബിഹാദാ യൻജു മിൻ ഹാദൽ അദു വമിൻ കൈദിഹി വമിൻ വസാവിസിഹി. ഈ ഒരു കാര്യം കൊണ്ട് അല്ലാഹു തആല ശത്രുവാക്കിയിട്ടുള്ള ശൈത്താനിന്റെ തന്ത്രത്തിൽ നിന്നും അവന്റെ വസ്വാസിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും. നസ്അലുല്ലാഹ ജല്ല വഅല യുവഫിഖനാ ലിമാ യുഹിബ്ബുഹു വയർദാ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ